പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്ന സമയത്ത് മണിയാശാൻ അല്പം ഒന്ന് മയങ്ങിപ്പോയിരുന്നു. കാരണം ഒന്നാമത് പ്രായമായി. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് ആലോചിക്കാനാണ്? കേരളം ഉണ്ടായ കാലം മുതൽ മണിയാശാൻ്റെ പാർട്ടിയാണ് കേരളത്തിൽ പഞ്ചായത്ത് തലത്തിൽ ജയിച്ചു വരുന്നത്. അത്ര കരുത്തുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ കുറിച്ച് അങ്ങനെ ബേജാറാവേണ്ട കാര്യമില്ല. പിന്നെ ഇടുക്കിയിലൊക്കെ അല്പം തണുപ്പുള്ള സമയമാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹം ഒന്ന് ഉറങ്ങിപ്പോയ സമയത്താണ് വലിയ പടക്കം പൊട്ടിൻ്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നത്. അങ്ങനെ ഞെട്ടി ഉണർന്ന സമയത്ത് ചാടി വീണു. അപ്പം ജയിച്ചു കഴിഞ്ഞു, ജയവിജയം പ്രഖ്യാപിച്ചിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ പടക്കം പൊട്ടുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവില്ലല്ലോ. സ്വന്തം വീട്ടിൽ ചുറ്റിലൊക്കെ പടക്കം പൊട്ട് കേട്ട് അദ്ദേഹം ഇറങ്ങി നോക്കുമ്പോൾ കുറേ ടി വിക്കാരും ചാനലുകാരും നിൽക്കുന്നുണ്ട്. മണിയാശാനോട് അവർ പറഞ്ഞു, ആശാനെ തോറ്റു പോവുകയാണല്ലോ, സംഗതി തോറ്റുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ എന്താ പ്രതികരണം? അതിന് മണിയാശാൻ വളരെ ഗംഭീരമായിട്ടൊരു ഉത്തരം നൽകി. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി സാപ്പാട് കഴിക്കുന്നത്, നല്ല ഭംഗിയായി നമുക്ക് വെച്ചോന്നാണ് എണ്ണി തോന്നുന്നത്. അമരാ പറ്റിച്ചു എന്നാണ് തോന്നുന്നത്. കിറ്റ് വാങ്ങിയിട്ട് അങ്ങോട്ട് പോയി. ഇപ്പോൾ പെൻഷൻ വാങ്ങി കൊണ്ടുപോയി. കിറ്റിന് വോട്ട് കിട്ടി, പെൻഷന് വോട്ട് കിട്ടിയില്ല എന്നോ. അവന്മാർ ശാപ്പാട് അടിച്ചിട്ട് നമുക്ക് വേല വെച്ചു എന്നോ. അത് ശരിയായില്ല എന്ന മട്ടിലുള്ള ഒരഭിപ്രായവും അദ്ദേഹം പറഞ്ഞു. സത്യത്തിൽ മണിയാശാൻ പറഞ്ഞതിലല്ലേ ശരിയുള്ളത്? മണിയാശാനും അദ്ദേഹത്തിൻ്റെ പാർട്ടി എത്ര പാടുപെട്ടിട്ടാണ് ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് ഇങ്ങനെ കിറ്റ് കൊടുക്കുന്നത്, കിറ്റിന് കുറേ കാശ് കൊടുക്കുന്നത്, പെൻഷൻ കൊടുക്കുന്നത്, എന്തെല്ലാം ആനുകൂല്യങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്ദിയില്ലാത്ത ജനം ചെയ്ത പണി എന്താണ്? വോട്ടപ്പുറത്ത് കൊണ്ടുപോയി ചെയ്തു. സ്വാഭാവികമായിട്ടും അദ്ദേഹം കുപിതനാവും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് അദ്ദേഹം വെട്ടി തുറന്ന് പറയുകയും ചെയ്തു. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് മണിയാശാൻ്റെ ഈ രാഷ്ട്രീയമായിട്ടുള്ള പ്രബുദ്ധതയെ ഉദ്ഘോഷിക്കണം. ആശാൻ പറഞ്ഞ് 100% ശരിയാണ്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് അവർ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നില്ല. അത് മാർക്സ് തന്നെ പറയുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾ കാര്യങ്ങൾ നേരെ ചൊവ്വേ കൃത്യമായിട്ട് പറയും. മണിയാശാൻ ഒന്നാന്തരം കമ്മ്യൂണിസ്റ്റാണ്. അദ്ദേഹം അതുകൊണ്ട് കൃത്യമായിട്ട് പറയും, ജനങ്ങൾ ഞങ്ങളെ പറ്റിച്ചു, അവന്മാർ വില വെച്ചു, കാശ് വാങ്ങി കീശയിലിട്ടു, വോട്ടപ്പുറം ചെയ്തു, അത് തെറ്റാണ്. അപ്പം അതേ സമയത്ത് അത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സഖാവ് എം.വി. ഗോവിന്ദൻ ഒരു പ്രസ്താവനയായിട്ട് വന്നത്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു പരിഗണനയും പരിശോധനയുമായിട്ട് അദ്ദേഹം ഒന്ന് കുറേ രേഖകൾ കൊണ്ടുവച്ച് കുറേ കണക്കുകളൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം ടി വിക്ക് മുമ്പിൽ അവതരിച്ചത്. അതേ ഈ കണക്കുകളൊക്കെ പറഞ്ഞു നോക്കിയ സമയത്ത് ജയിച്ചോ തോറ്റോ എന്ന് പിടികിട്ടാത്ത രൂപത്തിലൊരു വിശകലനമാണ്. ആര് ജയിച്ചു ആര് തോറ്റു എന്നറിയില്ല. അത് ഇടതുപക്ഷത്തിന് ഒരു പരിക്കും പറ്റിയിട്ടില്ല എന്ന മട്ടിലുള്ള ഒരു വിശദീകരണമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് വന്നത്. അദ്ദേഹം വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൻ്റെ കട്ടുകട്ടിയായിട്ടുള്ള ആശാനാണ്. അപ്പോൾ എന്തും ഇരുട്ടും വെളിച്ചവും, ഇരുട്ടാണെങ്കിൽ വെളിച്ചമാണെന്നും വെളിച്ചമാണെങ്കിൽ ഇരുട്ടാണെന്നും വൈരുദ്ധ്യാത്മകമായി വിശദീകരിക്കാൻ ശേഷിയുള്ള ആളാണ്. അതിനൊരു നല്ല ഒന്നാന്തരമായിട്ടുള്ളൊരു തോൽവി, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളൊരു തോൽവി. അതൊരു തോൽവിയല്ലെന്ന് മാത്രമല്ല, വിജയത്തിൻ്റെ നിദാനമാണ് എന്നുകൂടി പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. തീർച്ചയായും അടുത്ത സർക്കാർ, അതായത് പിണറായി 1ാം സർക്കാർ, പിണറായി 2ാം സർക്കാർ, പിണറായി 3ാം സർക്കാർ, 3ാം സർക്കാരിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സഖാവും പാർട്ടിയും എന്ന് കേരളത്തോട് ഉറപ്പിച്ച് പറയാൻ അദ്ദേഹത്തിന് ഒരു മടിയുമില്ല, മണിയാശാനും മടിയില്ല. രണ്ടു കൂട്ടരും ആ ഒരു കാര്യത്തിൽ, അതായത് കേരളം തീർച്ചയായും അടുത്ത മാർച്ചോടുകൂടി 3ാം പിണറായി ഭരണത്തിലേക്ക് കുതിച്ചു കയറും എന്ന് സംശയമില്ല. അതിൻ്റെ ഭാഗമായി മലയാളികൾ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്, വോട്ട് ചെയ്യാൻ കാത്തിരിക്കുകയാണ്. ഇടതുപക്ഷത്തെ വീണ്ടും ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ഒരു ജനതയാണ് ഇവിടെയുള്ളത്. പക്ഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചില ആളുകൾ വിഡ്ഢിവേഷം കെട്ടി ചില വേലവെപ്പുകളൊക്കെ നടത്തി എന്നാണ് തോന്നുന്നത്. വാങ്ങിയ കിറ്റിന് വോട്ടില്ല, കിട്ടിയ പെൻഷന് വോട്ടില്ല, ഇങ്ങനെ ചില ചതിയന്മാരുണ്ട്. ആ ചതിയന്മാരെ കണ്ടെത്തി പൂർണ്ണമായിട്ട് സമൂഹമധ്യത്തിൽ നിഷ്കാസനം ചെയ്തു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് 3ാം പിണറായി ഭരണം വരും എന്നുള്ള ഒരവസ്ഥയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടിക്ക് എന്ത് പറ്റി എന്ന് ആരും ആലോചിച്ചു പോകും. ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു പുല്ലും അറിയില്ല എന്ന് പണ്ട് പിണറായി വിജയൻ പറഞ്ഞത് സത്യമാണ്. അത് നമുക്ക് മനസ്സിലാവുന്നില്ല യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഈ പാർട്ടിയുടെ നേതാക്കൾ, ഈ പാർട്ടിയുടെ പ്രവർത്തകർ, അങ്ങനെയുള്ള ആളുകൾ ഈ മട്ടിൽ പ്രവർത്തിക്കുന്നത്. ഇത് ഇപ്പം മണിയാശാൻ്റെയും ഗോവിന്ദ സഖാവിൻ്റെയും വിഷയം മാത്രമല്ല, കഴിഞ്ഞ കുറേ കാലങ്ങളായി ചാനലുകളിലും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെടുന്ന പാർട്ടിയുടെ വക്താക്കളായിട്ടുള്ള ആളുകൾ അവരൊരു തരം മെഷീൻ സംസാരിക്കുന്ന മാതിരിയാണ് സംസാരിക്കുക.
ഒരു ഓട്ടോമേഷൻ, ഒരു റോബോട്ട് സംസാരിക്കുന്ന മാതിരി എല്ലാം കൃത്യമായിട്ട് കണക്കുകൾ കണക്കണം പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങളത് കൊടുത്തു, ഞങ്ങൾ ഇവിടെ കൊടുത്തു, ഇതൊന്നും മനുഷ്യൻ്റെ ചെവി പോകുന്നില്ല. കാരണം എന്താ? ഈ കൊടുത്തു എന്ന് പറയുമ്പോൾ ഇത് കിട്ടുന്ന ആളുകൾക്ക് അത് ബോധ്യപ്പെടണ്ടേ? കിട്ടുന്ന കാശ് എത്രയാ? 1000 രൂപ, 1500 രൂപ കിട്ടുന്നുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിൽ എത്ര കിട്ടുന്നുണ്ട്? അതിൻ്റെ അപ്പുറത്തുള്ള സ്റ്റേറ്റ് എത്ര ഉണ്ട്? അവിടെ എത്ര കിട്ടുക? അവിടെയൊക്കെ ഇതിനേക്കാൾ ബെറ്ററായിട്ട് കിട്ടുന്നുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള ശേഷി നാട്ടുകാർക്കുണ്ട്. അങ്ങനെ നോക്കുമ്പം യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കിയാൽ ജനങ്ങൾക്ക് കിട്ടുന്നു എന്ന് പറയുന്ന സാധനം കാര്യമായിട്ടൊന്നും കിട്ടുമൊന്നുമില്ല. മറുഭാഗത്ത് മറ്റ് സ്റ്റേറ്റുകളിൽ കൊടുക്കുന്ന അത്ര പോലും കൊടുക്കുന്നില്ല. പിന്നെ വേറൊന്നുണ്ട്, കിട്ടുന്ന കൂട്ടരുണ്ട്. ഇപ്പോൾ തന്നെ ശബരിമലയിലെ സ്വർണം പോലും അടിച്ചു മാറ്റാൻ ശേഷിയുള്ള ആളുകൾ, അതിന് ധൈര്യമുള്ള ആളുകൾ, ഒരു നാട്ടിൻ്റെ ഭരണം കിട്ടിയാൽ, ഒരു പഞ്ചായത്തിൻ്റെ ഭരണം കിട്ടിയാൽ, ഒരു കോർപ്പറേഷൻ്റെ ഭരണം കിട്ടിയാൽ എങ്ങനെ അതിനെ സ്വാഹ എന്നാക്കാനുള്ള ശേഷി അവർക്കുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി നാട്ടുകാർക്കുള്ളതുകൊണ്ട് തൽക്കാലം ഇവരൊന്ന് മാറി നിൽക്കണ്ടേ എന്നാണ് ഇത്തവണ ജനങ്ങൾ തീരുമാനിച്ചത്. തീർച്ചയായും അതിനകത്ത് വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ ഉണ്ട്. മണിയാശാനെ പോലുള്ള ആളുകൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ മണിയാശാൻ്റെ മുകളിലുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ മണിയാശാൻ്റെ കാര്യം വെട്ടി തുറന്നു പറഞ്ഞു. ഗോവിന്ദനാശാൻ പക്ഷേ തലകുത്തിരി പറഞ്ഞിട്ട് ഇരുട്ട് വെളിച്ചമാണെന്നും വെളിച്ചം ഇരുട്ടാണെന്നും പാതിരാത്രിക്ക് സൂര്യൻ ഉദിച്ചു എന്നൊക്കെയുള്ള വിശദീകരണവുമായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുണ്ട്. ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പണ്ട് ഭസ്മാസുരന് ശിവൻ വരം കൊടുത്തൊരു കഥയുണ്ട്. ഭസ്മാസുരൻ വല്ലവരുടെയും തലയിൽ കൈവച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തല പൊട്ടിത്തെറിക്കും എന്നാണ് ശിവൻ വരം കൊടുത്തത്. ഈ ഭസ്മാസുരൻ എന്ത് ചെയ്തു? എന്നാൽ ശിവൻ്റെ തലയിൽ തന്നെ തല തൊട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് തീരുമാനിച്ചു. പാടായിപ്പോയി. അതേമാതിരിയാണ് ഈ പിണറായി വിജയൻ ചില ആളുകളിൽ ഇത്തരത്തിലുള്ള ഭസ്മാസുരവൻ വരം തിരിക്കുന്നത്. ഇനി പിണറായി സ്വന്തം കലയിൽ കൈവച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നമ്മൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് മനസ്സിലാക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.